തൃശൂർ DCC ഓഫീസിൽ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെ തടഞ്ഞുവെച്ച് പ്രതിഷേധം എന്ന വാർത്തയാണ് വരുന്നത്. മറ്റത്തൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധിക്കുന്നത്. പ്രാദേശികമായി നൽകിയ സ്ഥാനാർത്ഥി പട്ടിക ഉന്നത ഇടപെടലിനെ തുടർന്ന് തിരുത്തിയെന്നാരോപിച്ചാണ് പ്രതിഷേധം. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് സൂരജ് സജ്ജീകരിക്കുന്നു. സൂരജ്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മറ്റത്തൂർ പഞ്ചായത്തിലെ വിഷയം തൃശൂരിലെ കോൺഗ്രസിനെ ആകെ ഉലയ്ക്കുന്നുണ്ട്. അവിടെ പണം വാങ്ങി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു എന്ന ആരോപണവുമായി കഴിഞ്ഞ ദിവസം മറ്റത്തൂരിൽ നിന്ന് ചില പ്രവർത്തകർ DCC ഓഫീസിൽ എത്തുകയും ചെയ്തിരുന്നു. സ്ഥാനാർത്ഥി ലിസ്റ്റ് മാറ്റാം എന്ന DCC പ്രസിഡന്റിന്റെ ഉറപ്പിലാണെന്ന് പ്രവർത്തകർ പിന്തിരിഞ്ഞു പോയത്. ഇപ്പോൾ അവിടെ വീണ്ടും പ്രതിഷേധം ശക്തമാവുകയാണോ? ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം മറ്റത്തൂരിൽ നിന്നുള്ള പ്രവർത്തകർ DCC ഓഫീസിലെത്തുകയും വലിയ രീതിയിലുള്ള വാഗ്വാദം അടക്കം അരങ്ങേറിയതാണ്. മണിക്കൂറുകളോളം അന്ന് DCC പ്രസിഡന്റ് അടക്കം തടഞ്ഞു വെച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. പിന്നീട് ഈ പ്രവർത്തകരെ അന്ന് അനുനയിപ്പിച്ച് മുതിർന്ന നേതാക്കൾ എല്ലാവരും ഇടപെട്ടുകൊണ്ട് അന്ന് അനുനയിപ്പിച്ചാണ് രാത്രി ഏറെ വൈകി അവരെ ഇവിടെ നിന്ന് മടക്കി അയച്ചത്. അന്ന് പ്രധാനമായും നൽകിയ ഉറപ്പ് ഇവർ മുന്നോട്ട് വച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് ഇവർ മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ അംഗീകരിക്കാം, അത് പുനഃപരിശോധിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും അതിൽ ഒരു നടപടി ഉണ്ടാകാതെ പോയതോടുകൂടിയാണ് മറ്റത്തൂരിലെ ഒരു വിഭാഗം പ്രവർത്തകർ ഇപ്പോൾ DCC ഓഫീസിലെത്തി പ്രസിഡന്റിനെ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോയിരിക്കുന്നത്. കുറച്ചുപേർ ഇപ്പോൾ ഈ പ്രസിഡന്റ് ഓഫീസിനകത്ത് സംസാരിക്കുന്നുണ്ട്. മറുപ്രവർത്തകരാകട്ടെ പ്രസിഡന്റിനെ ഇതിൽ തീരുമാനമാകാതെ പുറത്തേക്ക് വിടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രസിഡന്റ് ഓഫീസിന് മുന്നിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. DCC ഓഫീസിനകത്ത് ഈ പ്രസിഡന്റ് ക്യാബിന് മുന്നിൽ അവർ മുദ്രാവാക്യം അടക്കം മുഴക്കി. പിന്നീട് ഈ ഓഫീസിലുണ്ടായിരുന്ന ചുമതലയുള്ള ആളുകൾ എത്തിയാണ് ഈ പ്രവർത്തകരെ സമാധാനിപ്പിച്ചതും. മുതിർന്ന നേതാക്കളടക്കം ആ മേഖലയിലെത്തി അവരോട് സംസാരിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായും പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്ന പ്രാദേശികമായി തങ്ങൾ തയ്യാറാക്കി നൽകിയ പട്ടികയുണ്ട്. ആ പട്ടിക DCCക്ക് കൈമാറിയതാണ്. പക്ഷേ ആ പട്ടികയിൽ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകുന്ന സമയത്ത് തങ്ങൾ നൽകിയ പേരുകൾ അപ്പാടെ വെട്ടിക്കൊണ്ട് പുതിയ പേരുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് നീങ്ങിയതോടുകൂടിയാണ് തങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് പോകേണ്ടി വന്നതെന്നുള്ളതാണ് അവർ പറയുന്നത്. തങ്ങൾ ഇപ്പോഴും പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്, കാത്തിരിക്കുകയാണ്. ഒരു പ്രതിഷേധം എന്ന നിലയിലല്ല, പക്ഷേ തങ്ങൾക്ക് ന്യായമായും നേടിയെടുക്കേണ്ട അല്ലെങ്കിൽ ന്യായമായ അവകാശമുള്ള പാർട്ടി പ്രവർത്തകർക്ക്, ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കാണ് സീറ്റ് നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ തങ്ങൾ ഇതിലൊരു തീരുമാനമാകാതെ പിന്തിരിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തകർ DCC ഓഫീസിൽ DCC പ്രസിഡന്റിനെ തന്നെ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. ദിലീപ് കുമാർ. സൂരജ്, കഴിഞ്ഞ ദിവസം ഈ പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ആരോപണം അവിടെ നിന്നുള്ള മണ്ഡലം കമ്മിറ്റിയും കോർ കമ്മിറ്റിയും ഒന്നും അംഗീകരിച്ച പട്ടികയല്ല ഇപ്പോൾ സ്ഥാനാർത്ഥികളുടേതായി വന്നിട്ടുള്ളത് എന്നതായിരുന്നു. അതാണ് പണം വാങ്ങി ചില സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു എന്ന് പ്രവർത്തകർ ആരോപിക്കാൻ കാരണം. DCC നേതൃത്വം ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്? എന്താണ് അവരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം? ദിലീപ് കുമാർ, കഴിഞ്ഞ ദിവസം രാത്രിയും ഇത്തരത്തിൽ മറ്റത്തൂരിലെ പ്രവർത്തകരെത്തി പ്രതിഷേധിച്ച സമയത്ത് DCC പ്രസിഡന്റിനോട് ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം തേടിയതാണ്. അന്ന് അവർ പറഞ്ഞത് സ്വാഭാവികമായുള്ള ചർച്ചകൾ മാത്രമാണ് DCC കേന്ദ്രീകരിച്ച് നടന്നത് എന്നുള്ളതാണ്. മറ്റൊരു തരത്തിൽ പ്രതിഷേധം നടന്നുവെന്ന് അന്ന് അംഗീകരിക്കാൻ നേതൃത്വം തയ്യാറായതുമില്ല. പക്ഷേ ചില പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കും എന്നുള്ളതായിരുന്നു DCC നേതൃത്വം നൽകിയ ഉറപ്പ്. പക്ഷേ ആ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല. ഇതിൽ മറ്റത്തൂരിലെ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്ന പണം വാങ്ങി സീറ്റ് നൽകിയെന്ന ആരോപണം തന്നെയാണ്. അതോടൊപ്പം തന്നെ മുൻ DCC പ്രസിഡന്റിനെതിരെയും കൂടി ഇവർ ആരോപണം ഉയർത്തുന്നുണ്ട്. മുൻ DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ, മുൻപുണ്ടായിരുന്ന ഒരു DCC പ്രസിഡന്റ് നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഈ പട്ടിക അട്ടിമറിച്ചതെന്ന് കൂടി ഇവർ ആരോപിക്കുന്നുണ്ട്. അതിന്റെ തെളിവുകൾ തങ്ങളുടെ കയ്യിലുണ്ട്. ഏതെങ്കിലും തരത്തിൽ തങ്ങൾ പറയുന്ന സ്ഥാനാർത്ഥികളെ അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ സ്വാഭാവികമായി അത്തരം തെളിവുകൾ പുറത്തുവിടുമെന്ന് ആരോപിക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് നാളുകളായി തന്നെ മറ്റത്തൂരിൽ വലിയ രീതിയിലുള്ള ഒരു ഗ്രൂപ്പ് പോര് നടന്നു വരികയായിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അവിടെ ഈ കോർ കമ്മിറ്റി നൽകിയ ഒരു പട്ടികയുണ്ട്. അവർ അംഗീകരിച്ച് നൽകിയ പട്ടികയിൽ ഉണ്ടായിരുന്ന പേരുകൾ അപ്പാടെ വെട്ടിമാറ്റി എന്നുള്ളതാണ് പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ പ്രസിഡന്റ് ഇടപെട്ടുകൊണ്ട്, മുതിർന്ന നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഇവരെ അനുനയിപ്പിക്കുന്നതിനുള്ള ഒരു ചർച്ച അത് DCC ഓഫീസിൽ നടക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തകരാകട്ടെ ഇതിലൊരു തീരുമാനമാകാതെ പിന്തിരിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരും നിലയുറപ്പിച്ചിരിക്കുന്നു. DCC ഓഫീസിനകത്ത് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടും അവർ വലിയ രീതിയിൽ പ്രതിഷേധിച്ചു. പിന്നീട് DCCയിലെ തന്നെ ചുമതലയുള്ള മുതിർന്ന നേതാക്കൾ, അതായത് DCC വൈസ് പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും അടക്കമുള്ളവർ എത്തിയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അനുനയിപ്പിച്ചത്. മുകളിലത്തെ നിലയിലുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരടക്കം ഇപ്പോൾ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.